പ്രിയമുള്ളവരെ സുഹൃത്തുക്കളെ, വളരെ സങ്കടത്തോടു കൂടി നമ്മൾ ഇന്നലെ വാർത്ത കേട്ടു. ഇത് നമ്മുടെ 1.5 ലക്ഷം ലിറ്റർ കൊള്ളുന്ന ഒരു ബലൂൺ ടാങ്കാണ്. അലുമിനിയം കൊണ്ടുണ്ടാക്കിയ ഒരു മെറ്റീരിയൽ പോലത്തെ ഒരു ടാങ്കാണ്. കേരളത്തിൽ തന്നെ ഇപ്പോൾ ഇന്നലെ അറിഞ്ഞത് രണ്ടാമത്തെ വട്ടേറ്റാണ് കേരളത്തിൽ ഈ ഒരു സംഭവിച്ചിട്ടുള്ളത്. ഇങ്ങനെ സംഭവം ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്ന 5-6 വാർഡുകളിലേക്ക് വെള്ളത്തിനുണ്ട് ചമ്പകുന്ന്. അപ്പോൾ ഞാൻ ഈ കയറി പോണ റോഡാണ് ഈ കാണിച്ചു തരുന്നത്. ഞങ്ങൾ ഇതിപ്പോൾ അതിൽ വെള്ളം ഒഴിക്കുകയാണ് കാണുന്നത്. അതിലിങ്ങോട്ട് കയറി പോകുന്നത് ഞങ്ങൾ ടാങ്ക് പൊട്ടിയിട്ട് നമ്മൾ പിന്നെ വെള്ളം വരുന്നത് നമുക്കറിയാം. കാരണം ഈ ഉരുൾ പൊട്ടുന്ന അതേമാതിരിക്കുള്ളതൊക്കെ സൗണ്ട് കേട്ടുന്നില്ലതാണ് ഇവർ പറയണത്. ഒന്നായിട്ട് വെള്ളം 2, 3, 4 ഭാഗത്തേക്ക് ചിന്നിച്ചിതറിയോണ്ട് വൻ അപകടം ഒഴിവായി എന്ന് തന്നെ പറയാം. കാരണം എന്താ വെച്ചാൽ ഇവിടെ കോളനികളിൽ താമസിക്കുന്നത് തന്നെ 10-30 വീടുകൾ, അതിനപ്പുറത്ത് താഴെ ഒരുപാട് വീടുകൾ, അതിനപ്പുറത്ത് ഇപ്പുറത്തും 3 ഭാഗത്തും വീടുകളാണ്. ഏറ്റവും ഉയർന്ന സ്ഥലത്താണ് ഈ ഒരു ടാങ്ക് നിർമ്മിച്ചിട്ടുള്ളത്. എന്തായാലും 10 കൊല്ലത്തിന് മുകളിലായിട്ടുണ്ടാവും ഈ ഒരു ടാങ്ക് ഇവിടെ നിർമ്മിച്ചത്. എന്തായാലും വൻ അപകടം ഒഴിവായി, നമുക്കൊരു കരുവാരക്കുണ്ട് ദുരന്തം ഒഴിവായി തന്നെ പറയാം. കാരണം ഇതിൽ ഫുള്ളായിട്ട് വെള്ളം ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഓപ്പറേറ്റർ അറിയിച്ചിട്ടുള്ളത്. ഫുള്ളായിട്ട് വെള്ളം ഉണ്ടെങ്കിൽ ഇതിനും വലിയ പ്രശ്നങ്ങൾ. ഒന്നാമെന്ന് വെച്ചാൽ വെള്ളം നിറച്ച് രാത്രിയൊക്കെ വെള്ളം നിറച്ച് രാവിലെയൊക്കെ തുറന്നിടുന്ന സംവിധാനമാണ് എല്ലാ ഇപ്പോൾ ചെയ്യണത്. കാരണം എന്ന് വെച്ചാൽ വോൾട്ടേജിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യങ്ങൾ വന്നപ്പോൾ എന്തായാലും ഇതിന് അടിയന്തരമായിട്ട് പ്രത്യേകിച്ച് എന്താ വെച്ചാൽ ഈ ചമ്പകുന്നുള്ള ആകെയുള്ള പ്രശ്നം എന്താ പറയുക, വെള്ളത്തിൻ്റെ ഇന്നൊന്നിനും തുടങ്ങിയതല്ല. ഈ വെള്ളത്തിന് വേണ്ടിങ്ങാണ്ട് ഈ ഒരു കുടുംബങ്ങൾ എത്രത്തോളം കരഞ്ഞ് പറഞ്ഞ് അടിയും കാലും പിടിച്ച് ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഇതാണ്ട് ഇത് ചമ്പകുന്നത്തേക്ക് കയറി പോണേ ഒരു കിണർക്ക് ഇവിടുന്ന് ഏറ്റിക്കൊണ്ട് വെള്ളം കൊണ്ടുവന്ന സംഭവമാണിത്. ഇവിടുന്ന് സാധാരണ ഇവർ ഏറ്റിങ്ങാണ്ട കൊണ്ടുപോലെ കുടത്തിലും അതേമാതിരി കുടുക്കിലൊക്കെ തലയിലൊക്കെ ഏറ്റിങ്ങാണ്ട് അമ്മമാർ ഏറ്റിക്കൊണ്ട രംഗങ്ങൾ ഇത് കുറേ മുന്നേ നമ്മളിതിന് പറഞ്ഞാണ്. പക്ഷേ ഇതിന് സംവിധാനം എന്നുള്ള നിലക്ക് ഇതൊക്കെ വന്നപ്പോൾ ഒരുപാട് ആശ്വാസമായിരുന്നു. എന്തായാലും വളരെ പ്രയാസകരം. 6 വാർഡിൽ ആയിരക്കണക്കിന് ആളുകൾ ഉപയോഗിക്കുന്ന ഈ ഒരു ജലനിധിയുടെ ഈ ഒരു കുടിവെള്ള പദ്ധതി വളരെയധികം പ്രയോജനം ഉണ്ടായിരുന്ന സംഭവമാണ്. ഇപ്പോൾ വളരെ സങ്കടത്തിലാണ്, ഇന്നലെയൊക്കെ വളരെ വിഷമത്തിലാണ്. എന്തിനൊന്നും ഉറങ്ങിയിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ വെള്ളത്തിൻ്റെ ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ വേനൽ കടുത്തും കൊണ്ട് നിൽക്കുകയാണ്. ഇപ്പോൾ തന്നെ വെള്ളക്ഷാമം തുടങ്ങി. ഇനിയിപ്പോൾ ഇതും കൂടി വന്ന് അതിൻ്റെയൊക്കെ സങ്കടം ഒന്ന് ആലോചിച്ചോക്കണം നിങ്ങൾ. ഏതായാലും ഞാനിവിടെ വന്നത് ഇന്നലെ രാത്രി എന്താ വെച്ചാൽ വിവരങ്ങൾ കാണണമെങ്കിൽ അറിയണമെങ്കിൽ ഇതൊന്നും അറിയണം. എന്തായാലും ഈ ജലനിധിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് ഈ വിവരങ്ങൾ എത്രയും പെട്ടെന്ന് എത്തണം. അടിയന്തരമായിട്ട് വളരെ വൈകാതെ തന്നെ ഇവിടെ ടാങ്ക് നിർബന്ധമാണ്. വെള്ളത്തിൻ്റെ പ്രശ്നമാണ്. കരുവാരക്കുണ്ട് നല്ല കരുവാരൻ്റെ ഈ ഇതുവരെ കണ്ടതിൽ ഏറ്റവും വലിയൊരു വെള്ളക്ഷാമം. നമുക്ക് ഇടമഴ കിട്ടിയില്ലെങ്കിൽ ഏറ്റവും വെള്ളക്ഷാമം വരാൻ പോവാണ്. അത്രത്തോളം പ്രതിസന്ധിയിലാണ് നമ്മുടെ പുഴയൊക്കെ നടക്കുന്നത്. കാരണം കൽക്കുണ്ട് ചെന്നാൽ തന്നെ അറിയാം വെള്ളം വരുന്ന ഭാഗമൊക്കെ വറ്റി വരണ്ടു. അപ്പോൾ നമ്മുടെ ചറൻ്റെ കാര്യം പറയണമെങ്കിൽ അത് വേറെ വലിയൊരു കഥയാണ്. ചറൻ്റെ കഥ അത് വെള്ളം ഇങ്ങനെ ഊറ്റി കൊണ്ടുവന്നല്ലാതെ അതിൽ വെള്ളം സംഭരിക്കേണ്ട സംവിധാനം ചെയ്തിട്ടില്ല. അത് പോട്ടെ. എന്തായാലും ഇതിന് കർശനമായ പ്രത്യേക എല്ലാവരും ഇടപെട്ടുകൊണ്ട് ഇതിന് വേണ്ടപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, മെമ്പർ ആയാലും MLA ആയാലും MP ആയാലും ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആണോ എത്രയും പെട്ടെന്ന് ഈ ഒരു കുടുംബങ്ങൾക്ക് ഈ ഒരു വെള്ളം എത്തിക്കേണ്ട സംവിധാനത്തിൽ എത്രയും പെട്ടെന്ന് ഇതിന് നടപടി ഉണ്ടാവട്ടെ. ബലൂൺ പോലത്തെ ഒരു ടാങ്കാണ് കേരളത്തിൽ 2ാമത്തെ സംഭവം എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഏതായാലും ഞാൻ ഇവിടെ വന്നപ്പോൾ വളരെ സങ്കടത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. കാരണം ഇന്നലെ വൈകുന്നേരം നടന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഒരു 6 മണിയോട് കൂടിയാണ് നമ്മുടെ ഒരുപാട് കുടുംബങ്ങൾക്ക് 5-6 വാർഡുകളിലായി ഒരുപാട് കുടുംബങ്ങൾക്ക് 1000-ഓളം കുടുംബങ്ങൾ വെള്ളം ഉപയോഗിക്കുന്ന ഒരു കുടിവെള്ള പദ്ധതിയുടെ ടാങ്കാണ് ഇന്നലെ വൈകുന്നേരം പൊട്ടി ആകെ ഛിന്ന ഭിന്നമായി കിടക്കുകയാണ്. അതിൻ്റെ ആ ഒരു അവസ്ഥ കണ്ടാൽ ഇനിയിപ്പോൾ ഒന്നാമതിൻ്റെ വാർഡിൽ തന്നെ ഈ ഒരു ചമ്പകുന്ന് കോളനിയിൽ ഒരു 10-35 കുടുംബങ്ങൾക്ക് പിന്നെ ഈ ഒരു ഭാഗത്തും അങ്ങേ ഭാഗത്തും ഒരു 10-30 കുടുംബങ്ങളും ഈ ഒരു വെള്ളത്തെ മാത്രം ആശ്രയിച്ചിരിക്കുന്ന വ്യക്തികളാണ്. അവർക്കൊക്കെ ഇനി ഇത് നന്നാക്കുന്നത് വരെ നല്ലൊരു ബുദ്ധിമുട്ട് തന്നെയായിരിക്കും അവരൊക്കെ ഇരിക്കുന്നത്. അവരുടെ ആ ഒരു ബുദ്ധിമുട്ട് തീർക്കുന്നതിന് വേണ്ടി ഇത് നന്നാക്കിയിട്ട് എത്രയും പെട്ടെന്ന് നന്നാക്കി ഇതിന് വേണ്ട നടപടികൾ എവിടുന്നാണോ ഇത് ചെയ്തു തരേണ്ടത് വെച്ചാൽ ചെയ്തു തരുന്നതിന് വേണ്ട എല്ലാ നടപടികളും എടുത്തു തരണം. മറ്റൊരു വിഷയം എന്ന് പറയാനുള്ളത്, ഇതിപ്പോ ആ പൊട്ടിയ സമയത്ത് കുറേശ്ശായി പൊട്ടിയത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഇതിന്റെ ചുറ്റുവട്ടത്തിലെ വീടുകൾക്കും ആളിനും ഒക്കെ അപായം സൃഷ്ടിക്കും. കാരണം ഈ മണ്ണും കട്ട വീടുകളൊക്കെ എല്ലാ വീടുകളാണ് ഇതിന്റെ അടുത്ത് കൂടിയൊക്കെ ഉള്ളത്. അതൊക്കെ പൊളിഞ്ഞു പോകുന്നതിന് തന്നെ ഈ ഒരു ടാങ്കിന്റെ ഈ പൊളിഞ്ഞടലിൽ തന്നെ അതൊക്കെ വരാൻ സാധ്യത ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും വന്നില്ല. അതൊക്കെ ദൈവാനുഗ്രഹം എന്ന് പറയാം. അതൊന്നും നമുക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടും വന്നില്ല. ആ ഒരു ഇടങ്ങേറൊന്നും സംഭവിച്ചില്ല. അത് കുറേശ്ശെ ഇങ്ങനെ പൊട്ടി വന്നതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ഒന്നും സംഭവിക്കാതിരുന്നത്. എന്നാലും ഈ ഒരു കുടിവെള്ളത്തിന് പറഞ്ഞാൽ ഇവർക്ക് നല്ലൊരു ബുദ്ധിമുട്ടുള്ള ഇപ്പോഴത്തെ ഈ ഒരു സമയത്ത് നല്ലൊരു ബുദ്ധിമുട്ടുള്ള ഒരു സമയം തന്നെയാണ്.
ചെറിയൊരു കുഴി പോലത്തെ ഒരു കിണറിന്നാണ് അവർ കുടിക്കാനുള്ള വെള്ളം താഴ്ന്ന് കൊണ്ടുവരല്. അത് ഒരുപാട് നടന്ന് പോയിട്ട് വേണം കൊണ്ടുവരാൻ. തലയിൽ ഏറ്റിയും കണ്ട് തന്നെ കൊണ്ടുവരേണ്ടി വരും. ഇനിയിപ്പോൾ ആ എല്ലാ ആവശ്യത്തിനും ഈ ഒരു വെള്ളം ആശ്രയിച്ചിരുന്ന ആ ആവശ്യങ്ങൾ മുഴുവൻ അവിടുന്ന് വെള്ളം ഏറ്റി കൊണ്ടുവന്നിട്ട് നടത്തുക എന്ന് പറയുമ്പോൾ നല്ലൊരു ബുദ്ധിമുട്ട് തന്നെയാണ് ഇവരെ സംബന്ധിച്ച്. അത് നമ്മൾ നല്ലോണം മനസ്സിലാക്കി ഇതിൻ്റെ ഉദ്യോഗസ്ഥർ ഇതിന് വേണ്ട നടപടികൾ എത്രയും പെട്ടെന്ന് ചെയ്തു തരണമെന്ന് മാത്രമാണ് എനിക്ക് പറയാൻ. അംഗൻവാടിയാണ് നിൽക്കുന്നത്. അംഗൻവാടി അത് അംഗൻവാടിയാണ്. ഇപ്പുറത്ത് കണ്ട ചെറിയ വീടുകൾ പടച്ചറബേ. ഒന്നിച്ചോ ഈ വെള്ളം ഈ കാണുന്നത് അംഗൻവാടിയാ കാണുന്നത്? ഇത് കാണുന്നത് അംഗൻവാടിയാണ്. ഈ കാണുന്നത് ഇതൊക്കെ ഒന്നിച്ചാണ് ഈ വെള്ളം കണ്ട് പോയിട്ടുള്ളത് എന്ന് വെച്ചാൽ എന്തേക്കരുത് 4 വൈക്കും ചെതറി പോയതുകൊണ്ടല്ലേ. പടച്ചറബേ. എന്തായാലും ഇത് 2 ഭാഗത്തേക്ക് 3 ഭാഗത്തേക്ക് അത് ചിന്നി ചിതറിയത് കൊണ്ട് വൻ ദുരന്തം ഒഴിവായി. കാരണം എന്താ വെച്ചാൽ അങ്കണവാടിയാണ്. അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾ അങ്കണവാടിയാണ് കിടക്കണത്. എത്ര കുട്ടികളാണ് അവിടെ ഉള്ളത്. അതുപോലെ ഈ ഭാഗത്തൊക്കെ ആണെങ്കിൽ ഈ കാണുന്നതൊക്കെ ഒരുപാട് വീടുകൾ ഇവിടെ ഉണ്ട്, ഒരുപാട് കുടുംബങ്ങളുണ്ട്. അതിൻ്റെ താഴത്തുള്ള കുടുംബങ്ങൾ ഇതൊക്കെ ഒരു ഭാഗത്തേക്ക് ആകാത്തത് നല്ല ഭാഗ്യമെന്ന് തന്നെ പറയട്ടില്ല. നിങ്ങളൊന്ന് ആലോചിച്ചോക്കണം നിങ്ങൾ. ഏതായാലും എന്താണിത് പൊട്ടാനുള്ള കാരണം, എന്താണ് ഇതിൻ്റെ എന്നുള്ളത് അതൊക്കെ ഇനി മറ്റുള്ള അന്വേഷണവും കാര്യങ്ങളൊക്കെ നടക്കട്ടെ. എന്തായാലും ഈ ഒരു വെള്ളത്തിൻ്റെ എത്രയും അടിയന്തരമായിട്ട് ഇതിനൊരു പരിഹാരം കാണണം, ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനു വേണ്ടിയാണ്ട് എല്ലാവരും ഒന്ന് ശ്രമിക്കുക. എത്രയും പെട്ടെന്ന് 5 വാർഡ് 5-6 വാർഡുകൾ മെമ്പർ പറഞ്ഞത് കേട്ടു. മെമ്പർ സക്കീന താത്തയാണ് നമ്മളുടെ വൈറ്റ് പറഞ്ഞത്. 5-6 വാർഡുകളിൽ 1000-ഓളം അടുത്ത് വള്ളങ്ങളുണ്ട്, വെള്ളം ഉപയോഗിക്കുന്ന ആളുകളുണ്ട് എന്നുള്ളതാണ്. ഏതായാലും വളരെ സങ്കടകരം. വെള്ളം ഇവിടെ നിലനിൽക്കണം. എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഇതുള്ളൊരു ആശ്രയം ഉണ്ടായത്. ഇതിപ്പോൾ ഇങ്ങനെ ആകുകൊണ്ട് പിന്നെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതിന് പെട്ടെന്ന് തീരുമാനം ഉണ്ടാക്കിയാണ്ട് ഞങ്ങൾക്ക് തരണം. 10-21 പെരക്കാരുണ്ട്. അതിൽ ഓരോ ആൾക്കാർക്കും വെള്ളം അല്ലാതെ ആശ്രയമല്ല. അതേമാതിരി താഴത്തുനിന്ന് ഇപ്പോൾ ഏറ്റിക്കൊണ്ടുവരണം, അതും അതിലും കമ്മിയായിക്കാണ് വെള്ളം. നിങ്ങൾക്കൊപ്പാടെ കൊഞ്ച് കണ്ടത് എത്ര ഹൈറ്റ് ചെയ്യുന്നത് ഉണ്ടായിരുന്നു. അതുപോലെ ബോംബ് വെച്ചാൽ പൊട്ടി തകർന്നിക്കാണ്. ഇതിന് പെട്ടെന്ന് ആരാണെങ്കിലും ഏത് ഭരണകക്ഷികളാണെങ്കിലും ഇത് പെട്ടെന്ന് ഇവിടെ ഞങ്ങൾക്ക് ഒരു പദ്ധതി ഉണ്ടാക്കി കണ്ട് തരണമേ.